നിങ്ങളുടെ വിചാരം നിങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണോ? പണി മേടിക്കും കേട്ടോ. ഇച്ച എനിക്കൊരു ഹെൽപ്പ് വേണം. കഴിഞ്ഞ കൊല്ലം നമ്മൾ മൂന്നാർ പോയ ഡേറ്റ് ഇല്ലേ, അത് ഓർമ്മയുണ്ടോ? സെപ്റ്റംബർ മാസമാണ്, കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. ആ ഡേറ്റ് കിട്ടാൻ എന്തിനും വഴിയുണ്ടോ? ഡേറ്റ് കിട്ടാൻ ഒരുപാട് വഴികളുണ്ട്. എന്താണ് കാര്യം പറയും? അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ചധികം ഡേറ്റ്സ് വേണം. എന്താ കാര്യം എന്തായിരുന്നു? എനിക്കൊരു ജേണൽ ഉണ്ടാക്കാൻ വേണ്ടിട്ടാ. അത് റെഡിയാക്കാം നമുക്ക്, അത് കുഴപ്പമില്ല. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വഴിയാണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ കള്ളത്തരങ്ങൾ പൊളിയും. നിങ്ങളുടെ വിചാരം നിങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ എടുക്കുന്ന മറ്റുള്ളവർക്കും നിങ്ങൾ എവിടെയൊക്കെ പോയി എന്നുള്ള കറക്റ്റ് ലൊക്കേഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും വിത്തൗട്ട് ആപ്ലിക്കേഷൻ. ഇത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ മാപ്പിൽ ഈ കാര്യങ്ങളെല്ലാം സേവ്ഡ് ആയിട്ടുണ്ടാവും. നിങ്ങൾ ഓൾറെഡി ഇത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനായിട്ട് ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്യുക, യുവർ ടൈം ലൈൻ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ മാസങ്ങളിൽ എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ജൂലൈ 1-ാം തീയതി ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് ഇതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, ഒരു വ്യത്യാസമില്ല. ഇപ്പം ഞാൻ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന റൂട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. മോഡ് ഓഫ് ട്രാവൽ കാണിക്കുന്നുണ്ട്, ബൈക്കിലാണോ കാറിലാണോ നടന്നിട്ടാണോ പോയത്, ഇതൊക്കെ കറക്റ്റായിട്ട് ഇതിനകത്ത് അറിയാൻ പറ്റും. വരുന്ന വഴിക്ക് എവിടെയൊക്കെ കയറിയെന്ന് അറിയാൻ പറ്റും. ഫുഡ് ഷോപ്പുകളിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലോ ഹോട്ടലിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. എനിക്ക് ഓർമ്മയില്ലാത്ത സ്ഥലങ്ങളോ ലൊക്കേഷനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫീച്ചറിന് രണ്ട് വശങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട് ദോഷങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നുണകൾ പറയുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ സൂക്ഷിക്കുക. ഇവിടെ റൈറ്റ് സൈഡിൽ 3 ഡോട്ടാണ്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ലൊക്കേഷൻ ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ടൈം ലൈൻ ഓൺ ആണെന്ന് കാണിക്കും, അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഏത് മെയിൽ ഐ ഡി ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ടേൺ ഓഫ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും, അതിനകത്ത് പോയിട്ട് ടേൺ ഓഫ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ടൈം ലൈൻ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾ പോകുന്ന ലൊക്കേഷൻ മറ്റാർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണുന്നവരെ ബൈ.